ഞാൻ പറഞ്ഞു കൊച്ചിയിലെ എയിംസ് വേണ്ട. കേരളത്തില് എയിംസ് വേണ്ട എന്ന് പറയാൻ ധൈര്യമായിട്ട് പറയാവുന്ന ഒരു ഡിസ്ട്രിക്ട് കൊച്ചി ആയിരിക്കും. ഞങ്ങൾക്ക് ഇവിടെ ഉള്ള സൗകര്യം ഉണ്ടെന്നേ. കൊച്ചി എന്ന് പറയുന്നത് ഒരു വലിയ ബ്രാൻഡാണ്. അതായത് നിങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു നഗരമാണ് കൊച്ചി. നിങ്ങൾ കൊച്ചിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടും, നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഭാവി സുരക്ഷിതമാക്കാൻ സാധിക്കും, നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് പറ്റിയ എന്റർടൈൻമെന്റുകൾ അവിടെ ഉണ്ട്, നിങ്ങൾക്ക് പറ്റിയ ഹ്യൂമൻ ലൈഫ് സ്റ്റൈൽ ആസ്പിറേഷൻസ് മീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇതെല്ലാം കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ് കൊച്ചി. അപ്പോൾ കൊച്ചിയുടെ വില ഒരു കാലത്തും വേറൊരു സ്ഥലം ഡെവലപ്പ് ചെയ്തുകൊണ്ടോ വേറൊരു സ്ഥലത്ത് കുറച്ച് ഡെവലപ്മെന്റ് ഒന്നുകൊണ്ടോ നാളെ പറയണ IIM കാലിക്കറ്റിൽ വന്നു അല്ലെങ്കിൽ എയിംസ് തൃശ്ശൂർ വന്നു എന്നുള്ളതൊന്നും കൊച്ചിയുടെ സാധ്യതകൾ ഇല്ലാതാവില്ല. കാരണം കൊച്ചി ഓൾറെഡി ഇതെല്ലാം ഉണ്ട്. ഇവിടുത്തെ ഹെൽത്ത് കെയറിലേക്ക് വരികയാണെങ്കിൽ കൊച്ചിയിലെ ഉള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റി കേരളത്തിൽ എവിടെയുണ്ട്? ഞങ്ങൾ എയിംസ് ലെവലിലെ ഫെസിലിറ്റി ഞങ്ങളുടെ ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ആസ്ട്ര ഉണ്ട്, മെഡിക്കൽ ട്രസ്റ്റ് ഉണ്ട്, കിംസ് ഉണ്ട്, അമൃതയുണ്ട്, എത്രയോ രാജഗിരി ഉണ്ട്, എത്രയോ നല്ല ഹോസ്പിറ്റലുകൾ. മെഡിക്കൽ ഹബ്ബ് കൂടെയാണ്. മെഡിക്കൽ ഹബ്ബ് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹെൽത്ത് കെയർ ട്രീറ്റ്മെന്റ് പറ്റിയ ഏറ്റവും നല്ല മെഡിക്കൽ ഹബ്ബ് കൊച്ചിയാണ്. ഇവിടെ വന്ന് ചികിത്സ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ പറഞ്ഞ ശമ്പളം മേടിക്കുന്ന 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഡോക്ടർമാര് കൊച്ചിയിലായതുകൊണ്ടാണ് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. ചില നല്ല ഹോസ്പിറ്റൽ കൊച്ചിക്ക് പുറത്തുണ്ടാവും. അവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഞാൻ അവിടെ മാനേജ്മെന്റുകളൊക്കെ സംസാരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവിടെ ഇത്തരം ഡോക്ടേഴ്സൊന്നും താമസിക്കാൻ പറ്റിയ ഫ്ലാറ്റുകളില്ല, നല്ല വില്ല പ്രോജക്റ്റുകളില്ല, അവർക്ക് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അവർക്ക് സാറ്റർഡേ പുറത്തു പോയിട്ട് ആഹാരം കഴിക്കാൻ പറ്റിയ ഹോട്ടലുകളില്ല. കൊച്ചി ഇതെല്ലാം റെഡിയായി നിൽക്കല്ലേ. വലിയ ടാലന്റ് ആയിട്ടുള്ള വളരെ ഏണിംഗ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാനും താമസിക്കാനുള്ള ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ കൊച്ചിയിൽ റെഡിയാണ്.